السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹുവിനെ പേടിക്കുക, അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കുക, നല്ല മുസ്ലിമായി ജീവിക്കാൻ കഠിനമായി അധ്വാനിക്കുക. റഹ്മാനായ തമ്പുരാൻ നമുക്കതിന് തൗഫീഖും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗമനത്തിന് വച്ചിരിക്കുന്ന അവധിക്കാണ് നാം മരണം എന്ന് പറയാറുള്ളത്. ഈ ലോകത്തോട് തന്നെ വിട പറയുകയാണ്. അതിലെല്ലാം പെട്ടു. നമ്മളുണ്ടാക്കിയതും ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതും നമ്മുടെ കയ്യിലുള്ളതും ഇല്ലാത്തതും മക്കളും കിടപ്പറയും വിരിപ്പും എല്ലാം എല്ലാറ്റിനോടും വേർപിരിഞ്ഞ് വിട പറഞ്ഞ് പോകുന്ന ആ സന്ദർഭവുമായി അതുമായി ബന്ധപ്പെട്ട് നാം എങ്ങനെയായിരിക്കണം എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ചിന്ത. അല്ലാഹു മുസ്ലിങ്ങളായി ജീവിക്കാനും മരിക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹ് പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ശരീരവും, ഓരോ ആത്മാവും മരണം രുചി നോക്കും, അതല്ലെങ്കിൽ മരണത്തെ ആസ്വദിക്കും. എന്തിനാണ് ഓരോ മനുഷ്യനും, ഓരോ വ്യക്തിയും, ഓരോ ആത്മാവും മരണത്തെ രുചി നോക്കുന്നത്? ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹ് പറയുന്നു, പ്രതിഫലം അവർക്ക് നൽകാൻ വേണ്ടിയാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ആ ദിവസം, എല്ലാവരെയും എഴുന്നേൽപ്പിക്കുന്ന ദിനത്തിൽ പ്രതിഫലം ഓരോരുത്തർക്കും എന്താണോ അത് പൂർണ്ണമായി നിറവേറ്റി നൽകാൻ വേണ്ടിയാണ്. രണ്ട്, നാം ഒന്ന് മുൻകൂട്ടി ഒരുങ്ങാൻ വേണ്ടിയാണ്. നരകമുണ്ട്, സ്വർഗമുണ്ട്, അത് വ്യക്തമായി പഠിച്ച് വ്യക്തമായ ബോധത്തോടുകൂടി സ്വർഗത്തെ ആഗ്രഹിച്ച് ആശിച്ച് വ്യക്തമായ ബോധത്തോടുകൂടി നരകത്തെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടി, അങ്ങനെ വിജയത്തിലെത്താൻ വേണ്ടി അല്ലാഹ് പറയുന്നു, ഫമൻ സുഹ്സിയ അനിൻ നാർ. അപ്പോൾ ആരാണോ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടത്, വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. അതിനാൽ സ്വർഗത്തിലെത്തി വിജയം നേടാൻ വേണ്ടിയിട്ട്. മൂന്ന്, ഈ ദുനിയാവ്
എന്താണ് എന്നും എന്തിനാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് മരണം. അല്ലാഹു തആല അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം വഞ്ചിച്ചു കളയുന്ന ചരക്കാണ്. ഇന്നോ നാളെയോ മരണത്തെ അഭിമുഖീകരിക്കുമ്പോൾ മരണമാകുന്ന സെക്കൻഡിന് മുമ്പേ ഈ ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും നമ്മെ വഞ്ചിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് മരണം. 4, ഈ ജീവിതവും ഈ കണ്ടതും കാണുന്നതും കാണാനുള്ളതുമെല്ലാം പരീക്ഷണമാണ് എന്ന ബോധം ഉണ്ടാകാൻ വേണ്ടി. എന്തിനാണ് മരണത്തെ അല്ലാഹ് സൃഷ്ടിച്ചത്? അല്ലാഹ് പറയുകയാണ്, വനബ്ലുവക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഖൈറും ഷർറും നൽകിക്കൊണ്ട് ഫിത്നയായിക്കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. മരണത്തെ അല്ലാഹു തആല പടച്ചവനാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് അമൽ നന്നാക്കുന്നത്? വെറുതെ നന്നാക്കലല്ല, അഹ്സൻ ഏറ്റവും നന്നാക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. 5-മതായി മരണം മടങ്ങി വരാൻ വേണ്ടിയാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞാനും നിങ്ങളും മടങ്ങിച്ചെല്ലാൻ വേണ്ടി. മരണത്തെക്കുറിച്ച് അല്ലാഹു തആല സൂചിപ്പിക്കുമ്പോൾ പറയുന്നു, വഇലൈനാ തുർജഊൻ. അല്ലാഹുവിലേക്ക് നിങ്ങളെല്ലാം മടക്കപ്പെടും. അതിനും കൂടിയാണ് മരണം അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ പടച്ച അല്ലാഹു തആല നമ്മുടെ മരണത്തെയും പടച്ചിരിക്കുകയാണ്. ഈ മരണം എല്ലാവരെയും ആസ്വാദിപ്പിക്കുന്നത്, മരണത്തെ എല്ലാവരും രുചി നോക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിച്ച് ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും പിടികൂടും എന്ന് പറയുമ്പോൾ, എല്ലാവരും അതിനെ ആസ്വദിക്കും രുചിക്കും എന്ന് പറയുമ്പോൾ, എവിടെയായിരുന്നാലും എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ചില ആളുകൾക്ക് തോന്നാം, എവിടെയെങ്കിലും കയറി ഒളിച്ചിരുന്നാൽ പോരെ. അങ്ങനെ ചിന്തിക്കാനുള്ള യുക്തിയും സ്വാതന്ത്ര്യവും മനുഷ്യനുണ്ടല്ലോ. അല്ലാഹു പറയുന്നു, വിടൂല എന്നാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. ഭദ്രമായി കെട്ടി ഉയർത്തപ്പെട്ട ബിൽഡിങ്ങിൽ നിങ്ങളായിരുന്നാൽ പോലും. ഉണ്ടോ ബുറൂജ്? ബുർജിന്റെ ബഹുജനമാണ് ബുറൂജ്. ഒരുപാട് എടുപ്പുകൾ ഉണ്ടാക്കി അതിനുള്ളിൽ കയറി ഇരുന്നാൽ പോലും അല്ലാഹു തആല ആ സുഭദ്രമായ കോട്ടയ്ക്കുള്ളിൽ നിന്ന് പോലും നിങ്ങളെ പിടികൂടും. മരണം നിങ്ങൾ ആസ്വദിക്കേണ്ടി വരും എന്നാണ്. അപ്പൊ ഇങ്ങനെ മരണം വരുമ്പോ ചില ആളുകൾ ഓടി ഒളിക്കും എന്ന് അല്ലാഹ് പറയുന്നു. അതാണല്ലോ, ആപത്ത് വരുമ്പോ, ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വരുമ്പോ അതിനെങ്ങനെയെങ്കിലും അകന്നു മാറുക, അതിന് തട്ടിമാറ്റിക്കളയുക എന്നൊരു ചിന്തയായിരിക്കും. അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, എത്ര ഓടി ഒളിച്ചാലും വിടൂല. കുൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. തീർച്ചയായും മരണം അത് നിങ്ങൾ ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു പ്രതിഭാസമാകുന്നു. എന്നാലോ ഫഇന്നഹു മുലാഖീകും, തീർച്ചയായും ആ മരണം നിങ്ങളെ പിടികൂടുന്നതുമാണ്. എന്താ ഒളിച്ചോടാൻ കാരണം എന്നറിയോ? മനുഷ്യർക്ക് മൗത്ത് വന്ന് പിടിപെടുമ്പോൾ എന്തേ ഒളിച്ചോടാൻ കാരണം? ചില കാരണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു തആല പറയുന്നത്, ആ സമയത്ത് അവൻ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കും. എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് എന്നിത്യാദി കാര്യത്തിലേക്ക് ദീർഘമായി വീക്ഷിക്കുമ്പോ ഒളിച്ചോടുകയാണ് മനുഷ്യൻ. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹ്, ഞാൻ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒന്നും ചെയ്തില്ലല്ലോ, അതിനാൽ ഇലാ അജലിൻ ഖരീബ്, ഒരൽപ്പ അവധി ഒന്ന് പിന്തിപ്പിച്ചു തരുമോ? ഫസ്വദ്ദഖ, ദാനം കൊടുക്കാനാണ് തമ്പുരാനെ. വകും മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ മനുഷ്യനായി തീരുവാനാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാനാണ് നാഥ. അജലുൻ ഖരീബ്, ഒരു ചെറിയ അവധി തരുമോ ചോദിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും ചെയ്തില്ല നാഥ, നല്ലത് ചെയ്യാനാണ്, നല്ലവനായി ജീവിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ വിടൂല. ഫഇന്നഹു മുലാഖീകും, നിങ്ങളെ അത് പിടികൂടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ ഒരു കാരണം, ഒളിച്ചോടാനുള്ള മറ്റൊരു കാരണം, അതെ, മരണത്തെക്കുറിച്ചുള്ള പേടിയാണ്. കാരണം ഇതുവരെ ജീവിതം തിന്മയിലായിരുന്നു. ചെറിയ തിന്മ, വലിയ തിന്മ, രഹസ്യമായ തിന്മ, പരസ്യമായ തിന്മ, അങ്ങനെ തിന്മയിൽ മുഴുകുകയായിരുന്നു. കൈകൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, കാലുകൾ കൊണ്ട്, പലവിധ അവയവങ്ങൾ കൊണ്ട് അവൻ തിന്മയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട്
മരണത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു കാരണം അതായി. വലയ്യതമന്നൗനഹു അബദാ, അതെ, അവൻ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കുന്നില്ല. എന്തേ കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം, അവൻ ചെയ്തു വച്ചത് അതാണ്. അതുകൊണ്ടാണ് അവൻ മുൻകൂട്ടി പലതും ചെയ്തു വെച്ചു പോയി, പല തിന്മകളും ചെയ്തു. അതിനാൽ ലയ്യതമന്നൗനഹു അബദാ, അവൻ ആ മരണത്തെ, മൗത്തിനെ തീരെ ആഗ്രഹിക്കുകയില്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ മരണത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള കാരണം, മരണത്തെ തീരെ ആഗ്രഹിക്കാതിരിക്കാൻ കാരണം, അതെ, മരണത്തെ പേടിക്കാൻ കാരണം, സഹോദരങ്ങളെ, കഴിഞ്ഞുപോയ ജീവിതത്തിലേക്ക് ആ മരണമാകുന്ന നിമിഷത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് മൂലമാണ് എന്ന് അള്ളാഹു നമ്മെ സൂചിപ്പിക്കുകയാണ്. ഇനിയും നോക്കുക, ഈ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ജീവിതത്തോട് അത്യാർത്തി ഉള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മരണത്തെ ആഗ്രഹിക്കാത്തത്, മരണത്തെ ഇഷ്ടപ്പെടാത്തത്. വലതജിദന്നഹും അഹ്റസന്നാസ് അലാ ഹയാത്ത്, ജീവിതത്തിന് വേണ്ടി കൊതിക്കുന്ന, ജീവിതവുമായി ബന്ധപ്പെട്ട അത്യാഗ്രഹമുള്ള ആളുകളുണ്ട്. വമിനല്ലദീന അശ്റകൂ, ഇനി ശിർക്ക് ചെയ്യുന്ന ആളുകളോ, ശിർക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ കൊതിക്കുന്ന, ജീവിതത്തോട് ആർത്തിയുള്ള ആളുകളുണ്ട്. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് അവർ മോഹിക്കുന്നത്. വമാ ഹുവ ബിമുസഅസിഹി മിനൽ അദാബി അൻ യുഅമ്മർ, അവർക്ക് ആ 1000 കൊല്ലം ജീവിക്കാനുള്ള അവകാശം, ഇവിടെ സാവകാശം നൽകിയാൽ പോലും നരകത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല. 1000 കൊല്ലം ഇവിടെ ജീവിച്ചാൽ പോലും രക്ഷപ്പെടാത്ത മനുഷ്യന്മാരുണ്ട്. ഈ മനുഷ്യന്മാരാണ് 1000 കൊല്ലം ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഉണ്ടോ? യഹൂദികളായ ആളുകളെ കുറിച്ച്, വേദക്കാരായ ആളുകളെ കുറിച്ച് റഹ്മാനായ തമ്പുരാൻ പഠിപ്പിക്കുന്നു. അവർ 1000 കൊല്ലം ജീവിക്കാൻ വേണ്ടി കൊതിക്കുകയാണ്. എന്തേ? മരണത്തെ ആഗ്രഹിക്കുന്നില്ല. അതാണ് മറ്റൊരു കാരണം. സഹോദരങ്ങളെ, മരണം എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അളവുകോലുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്തമായ ധാരണകളുണ്ട്. ഇപ്പൊ 2 രൂപത്തിലുള്ള മരണം പൊതുവെ നാം കണ്ടുവരാറുണ്ട്. ഒന്നൊരു മനുഷ്യൻ അറ്റാക്ക് ഉണ്ടായിട്ടോ അല്ലെ അപകടം പറ്റിയിട്ടോ പെട്ടെന്ന് മരിക്കുക, അതല്ലെങ്കിൽ രോഗിയായി കിടന്ന് കുറെ കാലം കഴിഞ്ഞ് മരിക്കുക. പെട്ടെന്ന് മരിക്കുന്നതിനെ ആളുകൾ എങ്ങനെ അളക്കാറുള്ളത്? അത് ശരിയല്ല കേട്ടോ, എന്തോ ഒരു ലക്ഷണക്കേടുണ്ട്. കുറെ നാൾ രോഗിയായി പ്രയാസപ്പെട്ട് കിടന്നാലോ അതിനെയും ആളുകൾ എങ്ങനെയാ വിലയിരുത്തുക? അവൻ ചെയ്തതിന്റെ ഗുണം അതിന് മാത്രം ചെയ്തിട്ടുണ്ടേ, എന്തൊക്കെയാ അവൻ കാട്ടിക്കൂട്ടിയത് എന്നാണ് ആളുകൾ വിലയിരുത്താറുള്ളത്. സഹോദരങ്ങളെ, മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചും വിലയിരുത്താൻ, ഒരാളുടെ മരണം കണ്ട് അയാളുടെ മരണത്തെ, പിന്നെ മരണനേരത്തുള്ള മുഖം കണ്ട്, അല്ലെങ്കിൽ മയ്യത്തിന്റെ മുഖത്തിന്റെ ഭാവം ശ്രദ്ധിച്ച് വിലയിരുത്താനുള്ള അവകാശം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, മരിച്ചു കഴിഞ്ഞൊരു മയ്യത്തിനെ കുറിച്ച് അത് അള്ളാഹു ആ നിലയ്ക്ക് അത് അവന്റെ അധികാരമാണ്. അവൻ എങ്ങനെയാണ് മരിച്ചത്, മുസ്ലിമായി കൊണ്ടാണോ അല്ല മുസ്ലിം അല്ലാതെയാണോ, അള്ളാഹു വിലയിരുത്തട്ടെ. നാം ഒരു മയ്യത്തിനെ കുറിച്ച്, മരിച്ചവരെ കുറിച്ച് ഒരു നിലക്കും മോശമായി വിലയിരുത്താൻ പാടില്ല. ഒരു ലക്ഷണവും ആ മുഖത്ത് നോക്കി പറയാൻ പാടില്ല. ആ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടതിനെ നോക്കി ഉച്ചരിക്കാൻ പാടില്ല. സഹോദരങ്ങളെ നോക്കുക, ആളുകൾ പൊതുവെ പറഞ്ഞല്ലോ അപകടത്തിൽ മരണപ്പെട്ടവരെ കുറിച്ച്, രോഗിയായി കിടന്നതിനെ കുറിച്ച്, കഷ്ടപ്പെട്ട് മരിക്കുന്ന ആളുകളെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട്. ഇനി ഒരു കുട്ടി മരിക്കുകയാണെങ്കിലോ, ഒരു യുവാവ്, ഒരു യുവതി മരിക്കുകയാണെങ്കിലോ അത് അകാല മരണാട്ടോ. പ്രിയമുള്ളവരെ ആലോചിക്കണം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ